പത്താഴ്ചയുടെ പേരിൽ ബിനോയ് വിശ്വത്തിന് വെളിയത്തിന്റെ താക്കീത്. മന്ത്രി ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ലെന്ന് വെളിയം ഭാർഗവൻ പറഞ്ഞു. ഇതോടെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പ്രധാന പാർട്ടികൾ തമ്മിലും പാർട്ടികൾക്കുള്ളിലും വൻകിട പദ്ധതികളെക്കുറിച്ചുള്ള തർക്കം മറനീക്കി പുറത്തുവന്നു. വൻകിട പദ്ധതികളെ എതിർത്തുകൊണ്ട് മന്ത്രി ബിനോയ് വിശ്വം AB ബർധന് കത്തയച്ചത് മനോരമ ന്യൂസാണ് പുറത്തുവിട്ടത്. ഇതേക്കുറിച്ച് CPI സംസ്ഥാന സെക്രട്ടറി വെളിയം ഭാർഗവൻ ഇങ്ങനെ പ്രതികരിച്ചു. ഒന്നുമില്ലെന്ന് ആ കത്തിനകത്തൊന്നുമില്ല, സാധാരണ അറിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്റെ കയ്യിലുണ്ടല്ലോ കത്ത് എന്റെ ഇരിപ്പുണ്ട്, എന്റെ കാപ്പി എന്റെ ഇരിപ്പുണ്ട്. വൻകിട പദ്ധതികൾക്ക് കരുതുന്നത് നല്ലതാണ് കേരളത്തിന്. വരണം എങ്ങനെയായാലും ആ സ്ഥലങ്ങൾ ഏത് വേണമെന്നുള്ളതൊക്കെ അമ്പലം ആലോചിച്ച് തീരുമാനിക്കും. പദ്ധതികൾ വരണം. വ്യത്യസ്ത അഭിപ്രായമായിക്കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും ഒരു തർക്കം ഉണ്ടായിട്ടില്ല. വികസന പദ്ധതികളെക്കുറിച്ച് LDFിൽ മാത്രമല്ല CPIക്കുള്ളിലും വിഭിന്ന അഭിപ്രായങ്ങൾ. വൻ പദ്ധതികൾ നടപ്പാകാതെ മുടങ്ങിക്കിടക്കുന്നു. ഇനി എന്നോ നടക്കാനുള്ള പദ്ധതികളെക്കുറിച്ച് അടിമുടി തർക്കം. വ്യവസായം വേണമെന്ന് തന്നെയാണ് CPIയുടെ നിലപാടെന്ന് വ്യക്തമാക്കുന്നതാണ് പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകൾ. മന്ത്രിക്ക് ശാസനയും വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. 26,500 കോടി രൂപയുടെ മുതൽ മുടക്കുള്ള 2,13,000 പേർക്ക് തൊഴിൽ ലഭിക്കുമെന്ന് CPM അവകാശപ്പെടുന്ന 6 പദ്ധതികളെക്കുറിച്ചാണ് വീണ്ടും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കുന്നത്. CPMൽ മുഖ്യമന്ത്രി ഇതിന് തടസ്സം നിൽക്കുന്നു എന്നതായിരുന്നു ആദ്യ പ്രശ്നം. അതില്ലാതാക്കി ഘടകകക്ഷികളുടെ സമ്മതം വാങ്ങാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു സർക്കാരിനുള്ള മാർഗരേഖ. ഇപ്പോൾ പ്രധാന ഘടകകക്ഷിയായ CPI ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്തെത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ മൌനസമ്മതവും ഇതിനുണ്ട്. എന്നാൽ CPIക്കുള്ളിൽ തന്നെ പദ്ധതികളെ അനുകൂലിച്ചും എതിർത്തും ശക്തമായ 2 ചേരികൾ രൂപപ്പെട്ടു. ഏതായാലും സർക്കാരിനെ നന്നാക്കാൻ കൊണ്ടുവന്ന രണ്ടാം മാർഗരേഖയുടെ പ്രധാന ഭാഗമായ വികസന പദ്ധതികളാണ് രാഷ്ട്രീയ തർക്കത്തിൽ കുരുങ്ങിയിരിക്കുന്നത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.